السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كالتي أدركني. بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. قال الله عز وجل: ذكر الأنبياء من العبادة وذكر الصالحين كفارا. صدق رسول الله. يا سيدي سندي غوثي ويا مددي مجي كل ظهيرا على الأعداء بالمدد مجير عرضي وخذ بيدي مدى مددي خليفة الله فينا محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني. എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട. എന്നെ പീഡിച്ചോർക്ക് ഞാൻ കാവലം നോവർ. വഅലമു ഉമ്മത മുഹമ്മദ്. ഏറ്റവും സ്നേഹാദരവുകൾ നിറഞ്ഞ സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഉമറാക്കൾ, എന്നെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. 40 ദിവസത്തോളം ഈ നാട്ടിൽ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചൊല്ലി മഹാനരായ ഗൗസുൽ ആലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ മദ്ഹ് ചൊല്ലി അതിൻ്റെ സമാപനമെന്നോണം സംഘടിപ്പിക്കുന്ന ഈ പരിപാടി അല്ലാഹുവിൻ്റെ ഔലിയാഇനെ സ്മരിക്കുക എന്നുള്ളത് നമ്മുടെ ഈമാനിൻ്റെ വർധനവിന് ഏറ്റവും ഫലവത്തായ ഒരു കാര്യമാണ്. ഇമാമീങ്ങളൊക്കെ പഠിപ്പിച്ചൊരു കാര്യമാണ്. അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ നാട്ടിൽ വളർന്നു വരുന്ന തലമുറയെ ദിശാബോധമുള്ളവരാക്കി വളർത്തുന്നതിന്
അൽഹംദുലില്ലാഹ് വളരെ വിജയത്തോടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ മർക്കസുൽ ഹുദ അല്ലാഹു തആല ഇനിയും വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ, മഹാനരായ ഗൗസുൽ അഅ്ലമിന്റെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ പലരും പല വിധത്തിലുള്ള ഉദ്ദേശങ്ങൾ വെച്ചിരിക്കുന്നുണ്ടാകും. അല്ലാഹു തആല മഹാനവറുകളുടെ ബർക്കത്ത് കൊണ്ട് അതെല്ലാം പൂർത്തീകരിച്ച് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ഇവിടെ ധാരാളം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, നിയോഗിച്ചിട്ടുണ്ട്. അവരിൽ അവസാനത്തവരാണ് ഹബീബുനാ വ ശഫീഉനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവർക്ക് ശേഷം സ്വഹാബത്ത് അവരിൽ നിന്ന് ദീൻ യഥാവിധം മനസ്സിലാക്കിയവരാണ്. അവർക്ക് ശേഷം താബിഉകളും തബഉ താബിഉകളും, അവർക്ക് ശേഷം ഉലമാ ഔലിയാക്കൾ ഈ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി, നിലനിൽപ്പിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തവരാണ്. അവർ നിരന്തരം പ്രവർത്തിച്ചവരാണ്. അവരിലൂടെയാണ് നാം ഇസ്ലാമിനെ പഠിക്കുന്നത്, ഈ മതത്തെ മനസ്സിലാക്കുന്നത്. അതിൽ പ്രധാനിയായ ഒരാളാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലം ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഇമാമീങ്ങളൊക്കെ ധാരാളം പേജുകളാണ്, ധാരാളം വാള്യങ്ങളാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലമിന്റെ മദ്ഹ് പറയാൻ, അവരെ പ്രകീർത്തിക്കാൻ വേണ്ടി ചിലവഴിച്ചത്. മഹാനരായ ഇമാം നവവി റളിയല്ലാഹു അൻഹു, മഹാനരായ ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഭുക്കളെല്ലാം പറഞ്ഞത് മഹാനരായ ഗൗസുൽ അഅ്ലമിന്റെ ചരിത്രം റിപ്പോർട്ട് ചെയ്തതുപോലെ ഒരു വലിയിന്റെയും ചരിത്രം റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ്. അത്രത്തോളം മഹാനരായ ഗൗസുൽ അഅ്ലമിന്റെ ചരിത്രങ്ങളും അവിടുത്തെ പ്രകീർത്തനങ്ങളും വിശാലമാണ്. ഈ ഔലിയാക്കളെല്ലാം മഹോന്നതിയിലേക്ക് എത്താനുള്ള കാരണം അവർ യഥാവിധം ദീനിനെ പഠിച്ചു എന്നുള്ളതാണ്. ഖാദിരിയ ത്വരീഖത്തിന്റെയും മറ്റു പല ത്വരീഖത്തിന്റെയും പേരിൽ ഇന്ന് പലരും ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മതമെന്താണ്, ദീനെന്താണ്, ഇസ്ലാം എന്താണ്, ഇസ്ലാമിന്റെ ശർഈയായ കാര്യങ്ങളെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ ഇന്ന് പല ത്വരീഖത്തുകളും പ്രവർത്തിക്കുന്നുണ്ട്. അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിനെ യഥാവിധം മനസ്സിലാക്കണമെങ്കിൽ അറിവ് വേണം. ഒരു വലിയ എന്ന് പറഞ്ഞാൽ അൽ ആരിഫു ബില്ലാഹി വബിസിഫാതിഹി ഒരു വലിയാകണമെങ്കിൽ എന്തെങ്കിലും കുറെ ചൊല്ലിപ്പറഞ്ഞത് കൊണ്ട് മാത്രം വലിയന്റെ പദവി കിട്ടുകയില്ല. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ മതത്തെ, ഇസ്ലാമിനെ, അല്ലാഹുവിനെ എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ കഴിയുമോ ആ രൂപത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അവൻ യഥാർത്ഥത്തിൽ ഔലിയാക്കളുടെ റൂട്ടിലേക്ക്, അല്ലെങ്കിൽ മതത്തെ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ത്വരീഖത്തിന്റെ ആളായി മാറുകയുള്ളൂ. ശർഈയായ നിബന്ധനകൾ പൂർണ്ണമായും പാലിക്കണം. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികളൊക്കെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ഔലിയാഇന്റെ ചരിത്രം നാം ഇവിടെ അയവിറക്കുമ്പോൾ, ചരിത്രം പഠിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുൽ ബർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞതുപോലെ ഇത്തരം സദസ്സുകൾ ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം മഹാനരായ ഗൗസുൽ അഅ്ലമിന്റെ ചരിത്രങ്ങളും മദ്ഹുകളും ഇവിടെ നിരന്തരം എല്ലാ നാടുകളിലും വീടുകളിലും പരിസരങ്ങളിലും സംഘടിപ്പിക്കുന്നതിന്റെ ലക്ഷ്യം ആ ഔലിയാഇനെ നാം പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കും. ഈ സദസ്സ് കൊണ്ടും നമ്മൾ നേടിയെടുക്കേണ്ട ഒരു ലക്ഷ്യം, ഈ സദസ്സ് പിരിഞ്ഞു പോകുമ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ അഅ്ലമിനെ മനസ്സിലാക്കി എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ, തിരുത്തലുകൾ വരുത്തണോ, അത് നാം സാധ്യമാക്കണം. എങ്കിലേ ഈ സദസ്സ് വിജയിക്കുകയുള്ളൂ. ഇങ്ങനെയായിരിക്കണം ഏത് മഹാന്മാരുടെയും ചരിത്രം കേൾക്കുമ്പോഴും പഠിക്കുമ്പോഴും നമ്മളിൽ ഉണ്ടാകേണ്ടത്. ആ ചരിത്രം പഠിക്കുന്നതിലൂടെ നമ്മളിൽ മാറ്റം വരണം. വിശുദ്ധ ഖുർആൻ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം പരാമർശിച്ചിട്ടുണ്ട്. എന്തിനാണ് ആ ചരിത്രങ്ങളൊക്കെ വിശുദ്ധ ഖുർആൻ പറയുന്നത്? പിൽക്കാലത്തുള്ള സമൂഹത്തിന്, സമുദായത്തിന് അതിൽ ഒരുപാട് ഉത്ബോധനങ്ങളുണ്ട്, അതിൽ ഒരുപാട് മനസ്സിലാക്കേണ്ടവയുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വിശുദ്ധ
വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ കാണാം. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രം രേഖപ്പെടുത്തിയതുപോലെ ലോകത്തൊരു നേതാവിന്റെയും ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. 5 ലക്ഷത്തിലധികം ചരിത്ര നിവേദകരെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചരിത്രത്തിൽ കാണാം. ലോകത്തൊരു നേതാവിനെയും അങ്ങനെ കാണാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അമേരിക്കയിലെ നാസയുടെ ഗവേഷകനായിരുന്ന മൈക്കൽ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം 28 വർഷത്തോളം പഠനം നടത്തിയ ഒരു പുസ്തകം എഴുതി. ലോകത്തെ സ്വാധീനിച്ച 100 പ്രഗത്ഭരെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി. അതിന്റെ ഒന്നാമതായി എഴുതിയത് ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. കാരണം അത്രത്തോളം ചരിത്രങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തിയത്, അത്രത്തോളം പ്രൗഢമായിരിക്കുന്നത് മറ്റൊരു നേതാവിനെയും അദ്ദേഹം കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ ചരിത്രങ്ങൾ പഠിക്കുമ്പോഴും അതിലൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ ചരിത്രങ്ങൾ അവരുടെ ജനനം മുതൽ നാം പഠനം നടത്തിയാൽ കൗമാരക്കാർക്ക്, കുട്ടികൾക്ക്, പ്രായമുള്ളവർക്ക്, വാർദ്ധക്യമുള്ളവർക്ക് എല്ലാവർക്കും പഠിക്കാൻ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ ചരിത്രത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിൻ്റെ ഔലിയാഇന് അല്ലാഹു തആല പ്രത്യേകമായ ചില കഴിവുകൾ നൽകിയിട്ടുണ്ട്. ആ കഴിവ് കൊണ്ട് അവരിൽ നിന്ന് കറാമത്തുകൾ കാണാം, അവരിൽ നിന്ന് പല അത്ഭുതങ്ങളും കാണാം. അതിൻ്റെയൊക്കെ അസ്ലായ കാരണം, അതിൻ്റെയൊക്കെ അടിസ്ഥാനം അവർ പൂർണ്ണമായും അല്ലാഹുവിനെ അനുസരിച്ചു, അല്ലാഹുവിനെ സ്വീകരിച്ചു. قد قمت بالصدق والإخلاص والزهد والاجتهاد وفي الوعد والعهد. ബഹുമാനപ്പെട്ട സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളെ, ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, ഖദ് ഖുംത ബിസ്സിദ്ഖി വൽ ഇഖ്ലാസി വസ്സുഹദി. ജീലാനി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ വളരെ കർക്കശമുള്ള ജീവിതമാണ്. സത്യസന്ധമായ ജീവിതം, പരിശ്രമമായ ഇബാദത്ത്, അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ദുനിയാവിനെല്ലാം മാറ്റിവെച്ച ജീവിതം. ഈ ചരിത്രങ്ങൾ നാം പഠിക്കുമ്പോൾ എന്നിൽ എത്രത്തോളം ആ വിഷയങ്ങളുണ്ട് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. അല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഔലിയാഇന് പ്രത്യേകമായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് സുബ്ഹാനല്ലാഹ്, ഈ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റങ്ങളും യുവാക്കളുടെ ദീനീ ബോധത്തിന്റെ കുറവും കാരണം ഇത്തരത്തിലുള്ള ഔലിയാഇനെയും ചരിത്രങ്ങളെയും കറാമത്തുകളെയും നിഷേധിക്കുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു തലമുറയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ ചില ബിദ്അത്തിന്റെ കക്ഷികൾ അതിനെ പരിഹസിക്കാൻ വേണ്ടി അവർ പല വഴികളുമാണ് സ്വീകരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം നമ്മുടെ അഇമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസാ, ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസൻ മാ ഹും ബിഅംബിയാ വലാ ശുഹദാ യഗ്ബിതുഹുമുൽ അംബിയാ വശുഹദാ യൗമൽ ഖിയാമ ബിമകാനിഹിം മിനല്ലാഹ്. അല്ലാഹുവിൻ്റെ അടിമകളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്, അവർ നബിമാരല്ല, അവർ ശുഹദാക്കളല്ല. പക്ഷേ അല്ലാഹുവിൻ്റെ അരികിൽ അവർക്കുള്ള സ്ഥാനം കണ്ടാൽ അംബിയാക്കൾ ആകെ ആശ്ചര്യപ്പെട്ടു നോക്കും. ഖാലൂ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ തിരുദൂതരെ, തുഖ്ബിറുനാ മൻഹും, ആരാണ് അവരെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണമെന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചപ്പോ അവിടുന്ന് പറയുന്നു, ഖാല ഹും ഖൗമുൻ തഹാബു ബിറൂഹില്ലാഹ് അലാ ഗൈരി അർഹാമിൻ ബൈനഹും വലാ അംവാലിൻ യതഗാതൗനഹാ ഫവല്ലാഹി ഇന്ന വുജൂഹഹും ലനൂർ വഇന്നഹും അലാ നൂർ ലാ യഖാഫൂന ഇദാ ഖാഫന്നാസ്. ആരാണ് ആ
വിഭാഗമെന്ന് ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അവർ ദുനിയാവിന് വേണ്ടിയോ ധാരാളം സമ്പാദിക്കാൻ വേണ്ടിയോ പരിശ്രമിച്ചവരല്ല. സുബ്ഹാനല്ലാഹ്. അവരുടെ മുഖം പ്രകാശിക്കുന്ന മുഖമാ. ഇവിടെ എന്തു പ്രയാസങ്ങൾ ഉണ്ടായാലും, ഇവിടെ ഏത് സാഹചര്യം എത്തിയാലും റബ്ബിനെ അല്ലാതെ മറ്റൊരു വിഭാഗത്തെയും പേടിക്കൂല. വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്. ജനങ്ങൾ മുഴുവൻ സങ്കടത്തിലായാലും ഏത് സാഹചര്യമായാലും റബ്ബിനെ അല്ലാതെ അവർ പേടിക്കൂല. അവരുടെ മനസ്സിൽ ഒരു വിഷമങ്ങളില്ല, അവരുടെ മനസ്സിൽ ആവലാതിയില്ല, വെപ്രാളമില്ല. എന്നിട്ട് ഹബീബായ തങ്ങൾ ഓതി കേൾപ്പിക്കുന്നു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, അല്ലാഹുവിൻ്റെ ഒരു പറ്റം അടിമകളുണ്ട്, ഇബാദുണ്ട്. അവർക്ക് അല്ലാഹു തആല നൽകുന്ന പ്രത്യേകങ്ങളായ കഴിവുകളുണ്ട്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ ഔലിയാഇനെ സംബന്ധിച്ച് പരാമർശിക്കുന്നുണ്ട്. ഈ ഔലിയാക്കൾക്കൊക്കെ ഇത്രത്തോളം സ്ഥാനങ്ങളും മാനങ്ങളും കിട്ടാനുള്ള കാരണം എന്താണ്? അവരിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ്. ഏത് സാഹചര്യം വന്നാലും അവര് പതറൂല, അവര് ഇളകൂല. അവരെ മനസ്സിൽ ഉറച്ച വിശ്വാസം അല്ലാഹ് എന്നുള്ള വിശ്വാസം ഉണ്ടായത് കൊണ്ടാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ. ഏത് സാഹചര്യം എത്തിയാലും അവർ അല്ലാഹു എൻ്റെ റബ്ബാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ്. സുമ്മ ഇസ്തഖാമൂ, അതിൽ അവർ അടിയുറച്ച് വിശ്വസിച്ച് എവിടേക്കും ചാഞ്ചാട്ടമില്ലാതെ ഉറച്ചു നിൽക്കുന്നവരാണ്. تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അത്തരം ആളുകൾ അടുക്കലേക്ക് മലായിക്കത്തിന്റെ സാമീപ്യമുണ്ടാകും. മഹാനരായ ജീലാനി ശൈഖിന്റെ ചരിത്രത്തിൽ അത് നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ പറഞ്ഞില്ലേ, മറിയം ബീവിയോട് മലായിക്കത്ത് സംസാരിച്ചത്. അതിൽ നിന്നും ആശ്ചര്യപ്പെടേണ്ട കാര്യമല്ല. അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ഒരാൾ ജീവിച്ചാൽ പല അത്ഭുതങ്ങളും അവരിൽ കാണാൻ സാധിക്കും. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ അടിയുറച്ച വിശ്വാസമാണ്. അതാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് കാണാനുള്ളത്. ബഹുമാനപ്പെട്ടവർ പൂർണ്ണമായും അല്ലാഹുവിനെ അനുസരിച്ചു. إذ كنت للقادر المختار عبدا أعطاك من قدرتي ما شئت من مستطاع فأنت مقتدر في خلقه ومطاع أنت الوكيل له يا محيي الدين. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ രാജാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, രാജാതിരാജനായ അല്ലാഹുവിനെ പൂർണ്ണമായും അനുസരിച്ചു, പൂർണ്ണമായും അല്ലാഹുവിനെ വഴിപ്പെട്ടു. അങ്ങനെ വഴിപ്പെട്ടപ്പോൾ അഅതാക മിൻ ഖുദ്റത്തിൻ മാ ശിഅത മിൻ മുസ്തതാ, പല അത്ഭുതങ്ങളും പല കറാമത്തുകളായി ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു. അതിന്റെ കാരണം പൂർണ്ണമായും അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസം മാത്രമല്ല, ബഹുമാനപ്പെട്ടവർ ആ വിശ്വാസം അടിയുറച്ച് നിൽക്കുകയും അതിന്റെ പ്രബോധകനാവുകയും ചെയ്തു. ഒരു ചഞ്ചാട്ടവും ഉണ്ടായില്ല. ഇതാണ് ഈ മഹാന്മാരെ, ഔലിയാക്കളെ ഇത്രത്തോളം വളർത്താനുണ്ടായ കാരണം. സുബ്ഹാനല്ലാഹ്. ഇതാണ് നമ്മുടെ മുൻഗാമികളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യം. ഔലിയാഇനെ വിളിച്ച് സഹായം തേടൽ, ഇസ്തിഗാസ നടത്തൽ, അതുപോലെ തന്നെ തവസ്സുൽ നടത്തൽ, മഹാന്മാരെ വിളിച്ച് അവരോട് സഹായം തേടൽ, അവരെ മുൻനിർത്തിക്കൊണ്ട് റബ്ബിനോട് നമ്മൾ ദുആ ചെയ്യൽ, ഇതെല്ലാം നമ്മുടെ ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്.
മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്, ചില ആളുകളൊക്കെ ഇതിനെ കർക്കശമായി എതിർക്കുന്നവരുണ്ട്. ജീലാനി തങ്ങളുടെ ചരിത്രത്തിൽ ഒരു പക്ഷേ നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ട് ചിലർക്ക് സംശയമുണ്ടായേക്കാം. അത്തരം കാര്യങ്ങളൊക്കെ മഹാനായ ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്നുണ്ട്. വഇന്നമൽ അജബു മിൻ ബഅലി ഫുഖഹാ അഹ്ലി സുന്ന. എന്താണ് അവിടുന്ന് പറയുന്നത്? ചില ആളുകൾ മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, ബഹുമാനപ്പെട്ട ഒരു ദിവസം തർവിയയുടെ അറഫയുടെ തൊട്ട് മുമ്പുള്ള ദിവസമാണല്ലോ ദുൽഹിജ്ജ 8-ന്റെ ദിവസം. ബഹുമാനപ്പെട്ടവരെ ബസറയിൽ കാണുന്നു. അതേ ദിവസം തന്നെ ബഹുമാനപ്പെട്ടവരെ മക്കയിൽ കാണുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതൊക്കെ ഉള്ളത് തന്നെ ആകുമോ എന്ന് ചിലർ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം തഫ്താസാനി റളിയല്ലാഹു അൻഹു അതിനെ ഗണ്ണിച്ചുകൊണ്ട് പറയുന്നു, വൽ ഇൻസാഫു മാ ദക്കറഹുൽ ഇമാമുൻ നസഫി ഹീന സുഇല അമ്മാ യുഹ്കാ അന്നൽ കഅബത കാന തസൂറു വാഹിദൻ മിനൽ ഔലിയാ. കഅബ ഔലിയാക്കളിൽപ്പെട്ട ചിലരെ ചുറ്റും എന്നുള്ളൊരു സംഭവം അത് മഹാനരായ റിഫായി ശൈഖിന്റെ ചരിത്രത്തിൽ കാണാം. മുന്നം തുടി മുട്ടി കഅബാനെ ചുറ്റുമ്പോൾ മക്കികൾ ഇമ്പീതി വേണ്ടെന്ന് ചൊന്നോവർ. ഉടനെ റിഫായി മദീലും മൽ കുളത്തിയാൽ അപ്പോൾ കഅബം തവാഫെന്ന് ചൊന്നോവർ. ബഹുമാനപ്പെട്ട റിഫായി ശൈഖിന്റെ ചരിത്രത്തിൽ ഇത് സംഭവിച്ചതായി കാണാം. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ തഫ്താസാനി ഇമാം പറയുന്നു, അങ്ങനെ സംഭവിക്കൽ നഖ്ലുൽ ആദതി അലാ സബീലിൽ കറാമതി ലി അഹ്ലിൽ വിലായത്തി ജായിസുൻ ലി അഹ്ലി സുന്നah. വിലായത്തിന്റെ ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി പരിഗണിച്ചൊരു വിഭാഗമാണ് അള്ളാഹുവിന്റെ ഔലിയ. ആ ഔലിയാക്കളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിക്കാമെന്നുള്ളത് അത് അനുവദനീയമാണ് എന്നുള്ളതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. അതിലൊന്നും നമ്മൾ തർക്കിക്കാൻ പാടില്ല. അല്ലാഹു തആല അടിയുറച്ച ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ ഔലിയാഇനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ ഹിജ്റ 470-ലാണ് ഇറാനിലെ തൊബരിസ്ഥാനിലെ ജീലാനി എന്ന് പറയുന്ന സ്ഥലത്ത് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. ഉമ്മുൽ ഖൈർ അമത്തുൽ ജബ്ബാർ ഫാത്തിമ എന്നവരുടെയും ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് ജംഗി ദോസ് എന്നവരുടെയും മകനായി ബഹുമാനപ്പെട്ടവർ റമളാൻ 1-നാണ് ബഹുമാനപ്പെട്ടവർ ജനിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്തൊക്കെ അത്ഭുതങ്ങളാണ് ആ ജനന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ടവരിൽ കാണുന്നത്. ആ റമളാനിൽ ജനിക്കുന്നു, പക്ഷേ റമളാനിന്റെ പകലിൽ മുല കുടിക്കുന്നില്ല. തൊട്ടടുത്ത റമളാൻ വരുന്നു, ആ കുട്ടി മുല കുടിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നു. റമളാൻ ആയോ ഇല്ലയോ എന്നറിയാൻ മുതലായ റമളാനിൽ മുഫദ് നാളിലോ മുല കുടിക്കും കാലം മുലനെ തോടാതോവർ ബിൽ കുത്ബി റബ്ബാനി വൽ ഗൗസി സമദാനി നജീനാ മിൻ കുല്ലി ആഫാതിയ അല്ലാഹ്. ബഹുമാനപ്പെട്ട ജീലാനി ശൈഖ് റമളാനിൽ മുല കുടിക്കുന്നില്ല. അങ്ങനെയാണ് ആ ചെറിയ പ്രായത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ വളരുന്നത്. ആ ഉമ്മയുടെ സംരക്ഷണത്തിലായി മകന് വളരുമ്പോ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ ഉപ്പയായ അബൂ സ്വാലിഹ് എന്നവർ വഫാത്താകുകയാണ്. ഒരു കുട്ടി നന്നാകണമെങ്കിൽ ഉമ്മമാരെ നമ്മളൊക്കെ മനസ്സിലാക്കണം, നമ്മുടെ മക്കൾ നല്ലവരായി തീരണമെങ്കിൽ ആദ്യം ഉമ്മയും ഉപ്പയും നല്ലവരാകണം. സ്വാലിഹീങ്ങളുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ കാണാം, അവരുടെ ഉമ്മയും ഉപ്പയും വളരെ സൂക്ഷ്മമായി ജീവിച്ചവരാണ്. നമ്മൾ കുറേ മക്കൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ മക്കൾ പലതിലേക്കും ചെന്നെത്തുകയാണ് എന്ന് പറഞ്ഞ് ദുആ ചെയ്യിപ്പിച്ചതുകൊണ്ട് ഒന്നും കാര്യമില്ല. ആദ്യമായി ഉമ്മയും വാപ്പയും നന്നാകണം.
ഉമ്മയും വാപ്പയും ഫർളുകൾ സുന്നത്തുകൾ കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. സുബ്ഹാനല്ലാഹ്. ഇന്ന് ഒരു കഥ ഞാൻ കേട്ടു. ഒരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിനക്ക് എന്താകാനാണ് താല്പര്യം? ആ കുട്ടി പറഞ്ഞു, എനിക്കൊരു മൊബൈൽ ഫോൺ ആകാനാണ് താല്പര്യം. അതെന്താണ് മോനെ നീ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, എന്നാൽ എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും നോട്ടം ശരിക്കും കിട്ടുമല്ലോ. ഇതാണ് ഇന്നത്തെ അവസ്ഥ. മക്കളെ എങ്ങനെയൊക്കെ വളർത്തണം, അവരിൽ അദബുണ്ടാക്കണം എന്നതിന് പകരം ഈ ഉമ്മ നിരന്തരം മൊബൈലിലും ഉപ്പ നിരന്തരം മൊബൈലിലുമായാൽ ഈ കുട്ടി ഇത് കണ്ടാണ് വളരുന്നത്. ഇത് നാം മനസ്സിലാക്കണം. നമ്മൾ അവരെ പാല് കൊടുക്കുന്നത്, അവരെ വളർത്തുന്നത്, നമ്മുടെ നിസ്കാരം അവരെ കാണിക്കുന്നത്, നമ്മൾ ചൊല്ലിപ്പറയുന്നതും ഖുർആനോതുന്നതും അവരെ കാണിക്കുന്നത്, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ആ കുട്ടി ചെറുപ്പം മുതലേ നല്ല ചിട്ടയിലും നല്ല രൂപത്തിൽ ആ കുട്ടി വളർന്നു വരികയുള്ളൂ. ഇത് ഓരോ ഉമ്മമാരും സഹോദരിമാരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ഉമ്മയും ഉപ്പയും വളരെ സൂക്ഷ്മമായി ജീവിച്ചവരാണ്. ബഹുമാനപ്പെട്ടവരുടെ രണ്ടുപേരുടെയും പരമ്പര ചെന്നെത്തുന്നത് ഒന്ന് ഹബീബായ മുത്തുനബി തങ്ങളുടെ പുന്നോമന പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ഉമ്മയുടെ പരമ്പര ചെന്നെത്തുന്നത് ബഹുമാനപ്പെട്ട അവരുടെ ഉപ്പയുടെ പരമ്പര ചെന്ന് ചേരുന്നത് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കുമാണ്. അവരൊക്കെ സയ്യിദ് കുടുംബത്തിൽപ്പെട്ടവരാണ്. أنت الحسينية والحسنية كنت معا أبا وأما شريفين قد اجتمعا. ബഹുമാനപ്പെട്ടവരുടെ ഉമ്മയുടെ പരമ്പര ചെന്ന് ചേരുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹു. നമ്മുടെതാ അൽഹംദുലില്ലാ നമ്മുടെ കൊടിഞ്ഞിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ജിഫ്രിൽ ഹളറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഈ കൊടിഞ്ഞിയിലുള്ളവർക്ക് വല്ലാത്തൊരു സമാധാനമാണ്. ബഹുമാനപ്പെട്ടവരുടെ 33ാമത്തെ ഉപ്പയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. നമ്മുടെ ഏറ്റവും വലിയ കാവൽ സാദാതീങ്ങളാണ്, അഹ്ലു ബൈത്തിൽപ്പെട്ടവരാണ്. നമ്മളൊക്കെ ഇത്തരത്തിലുള്ള മഹാന്മാരെ തേടി മഹാന്മാരുടെ കാൽക്കീയിൽ നമ്മൾ വളരാൻ ശ്രദ്ധിക്കണം. നമുക്ക് പോകാം. കൊടിഞ്ഞി പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ജിഫ്രിൽ ഹളറമി നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണല്ലോ. ഖുതുബുസ്സമാൻ സയ്യിദ് മംഫുറം തങ്ങള്. അല്ലാഹു തആല അവർക്ക് മദദ് ഈ സദസ്സിന് നൽകുമാറാകട്ടെ. ഹിജ്റ 1222 യമനിലെ തരീമിലെ ഹളർമൗത്തിൽ ജനിച്ച ബഹുമാനപ്പെട്ട സയ്യിദ് ഹുസൈൻ ജിഫ്രിൽ ഹളറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ മഹാനെ നമ്മൾ സിയാറത്ത് ചെയ്യണം. അങ്ങനെയുള്ള ആത്മീയ വഴിയിൽ സഞ്ചരിച്ച അല്ലാഹുവിന്റെ ഔലിയാക്കളായ സാദാതീങ്ങളെ നമ്മൾ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ഈമാൻ പഴിച്ചു പോകൂല. നമ്മുടെ ഈമാനിന്റെ നിലനിൽപ്പുണ്ടാകും. അല്ലാഹു തആല ഉറച്ച ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ഉമ്മയും ഉപ്പയും ചെറിയ പ്രായത്തിൽ തന്നെ ആ മക്കളെ വളർത്തുന്നതിൽ കണിശത പാലിച്ചവരാണ്. അവരുടെ ഉപ്പ അബൂ സ്വാലിഹ് തങ്ങൾ ചെറുപ്പത്തിൽ തന്നെ വഫാത്തായി പോയി. ഒരുപാട് ഇമാമിങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ കാണാം. ചെറിയ പ്രായത്തിൽ തന്നെ ഉപ്പ വഫാത്താകുന്നു. പക്ഷേ ആ മക്കൾ വഴിതെറ്റി പോകുന്നില്ല. കാരണം ഉപ്പയുടെ ജീവിതത്തിൽ മുഴുവൻ നല്ല ചിട്ടയിലുള്ള ജീവിതമാണ്. ഉമ്മാക്ക് നൽകുന്ന ഉപദേശങ്ങളും തദൈവ തന്നെയാണ്. അങ്ങനെയാകുമ്പോ ആ കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല. അതാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങള്. അതേ ചെറിയ പ്രായത്തിൽ തന്നെ കളിക്കാൻ ആഗ്രഹം വരുമ്പോ കളിക്കണമെന്നുള്ളൊരു ചിന്ത എങ്ങാനും വന്നാൽ ഉടനെ തന്നെ ഒരു അശരീരി കേൾക്കുന്നു, മുബാറക്കായവരെ നിങ്ങളെങ്ങോട്ടാ പോകാൻ ഉദ്ദേശിക്കുന്നത്? സുബ്ഹാനല്ലാഹ്. അത് കേൾക്കുമ്പോൾ ഉമ്മയുടെ അതാ മടിയിലേക്ക് ഓടി ചെല്ലുന്നു.
അതാ ഒരിക്കൽ ഇബാദത്തിന്റെ സമയത്ത് ഇബാദത്തിന്റെ ആ കാര്യവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോ അവിടെ നിന്നൊരു ഉറക്കം വരുന്നു. തൂങ്ങി ഉറക്കം വരുമ്പോ അതാ ഒരു അശരീരി കേൾക്കുന്നു, നിന്നെ ഞാൻ പഠിച്ചത് ഉറങ്ങാനാണോ? ഈ രൂപത്തിൽ ചെറുപ്പത്തിൽ തന്നെ പല ഭാഗത്തു നിന്നുള്ള തർബിയത്തുകളാണ്. സുബ്ഹാനല്ലാഹ്, ചെറിയ പ്രായത്തിൽ തന്നെ മലായികത്തിന്റെ സാമീപ്യമാണ്. ഞാൻ നേരത്തെ വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഔലിയായിന് മലായികത്തിന്റെ സാമീപ്യമുണ്ടാകും. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾ എപ്പോഴാണ് വലിയാണെന്ന് മനസ്സിലാക്കിയത്, എപ്പോഴാണെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറയുന്നു, എനിക്ക് 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അതാ മക്തബയിലേക്ക് ഇൽമ് പഠിക്കാൻ വേണ്ടി പോകുമ്പോ അതാ എൻ്റെ കൂടെ മലായികത്തിനെ അനുഭവിക്കാറുണ്ട്. ആ മദ്രസയിലേക്ക് അങ്ങ് കയറി ചെന്ന അതാ ഇഫ്സഹു ലിവലിയില്ലാ, അല്ലാഹുവിന്റെ വലിയായ ഈ പൊന്നുമകനിക്ക് നിങ്ങൾ വിശാലത ചെയ്തു കൊടുക്കൂ, നിങ്ങൾ സീറ്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ് മലായികത്ത് പറയാറുണ്ട്. 10 വയസ്സായപ്പോഴുള്ള സംഭവമാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ സംഭവം നമ്മളൊക്കെ കേട്ടതാ. അതെ, അവിടുന്ന് ചെറിയ പ്രായമുള്ളപ്പോൾ അതാ ഉപ്പ വഫാത്തായി, വീട്ടിൽ നല്ല പശുവുണ്ട്, ആ പശുവിനെ വളർത്തി ജീവിക്കുന്നു. അങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ നിരന്തരം ജീലാനി തങ്ങളെ ചരിത്രം കേൾക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ഒരു ചരിത്രമാണ് ആ പശുവിൻ്റെ പുറകെ നടക്കുമ്പോഴുള്ള ചരിത്രം. മഹാനരായ ഖൗൽ മുഹമ്മദ് എന്നവർ അവിടുത്തെ മാലയിൽ ഈ സംഭവങ്ങളെല്ലാം വിശദീകരിക്കുന്നുണ്ട്. പള്ളിയിൽ ഓതും നാൾ മലക്കുകൾ ചൊല്ലുവാർ, പുള്ളേരെ താനം കൊടുഫേനതെന്നോവർ. ബഹുമാനപ്പെട്ടവർ ഇൽമു പഠിക്കാൻ ചെന്നപ്പോ, മക്കളെ നിങ്ങൾ സ്ഥാനം കൊടുക്കുവീൻ, സൗകര്യം ചെയ്തു കൊടുക്കുവീൻ എന്ന് മലായികത്ത് പറയാറുണ്ട്. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോവർ. മലക്കിൻ്റെ സംസാരങ്ങൾ അനുഭവിക്കാനും അറിയാനും കഴിയുന്നവരാണ് അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ അതാ ആ പശുവിൻ്റെ പുറകെ നടക്കുമ്പോഴാണ്, പശു ഒരു അറഫയുടെ ദിവസമാണ്, പശു തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നു, അലിഹദാ ഖുലിഖത യാ അബ്ദുൽ ഖാദിർ, ഓ അബ്ദുൽ ഖാദിറേ, ഇതിന് വേണ്ടിയാണോ നിന്നെ സൃഷ്ടിച്ചത്, ഇതിന് വേണ്ടിയാണോ നിന്നെ പടച്ചതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ മനസ്സിൽ വല്ലാത്തൊരു പരിവർത്തനം വരികയാണ്. ഞാനത് ചുരുക്കി പറയട്ടെ. അങ്ങനെ ഉമ്മയോട് വന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് തന്റെ വീടിന്റെ മച്ചിയിൽ കയറി നോക്കിയപ്പോ അറഫയുടെ ഭാഗത്ത് മുഅ്മിനീങ്ങളെല്ലാം ഒരുമിച്ച് കൂടി അല്ലാഹുവിലേക്ക് കൈ ഉയർത്തി പൊട്ടിക്കരയുന്ന രംഗങ്ങളാണ് കാണുന്നത്. ഇത് കൂടെ കണ്ടപ്പോൾ ജീലാനി തങ്ങളെ മനസ്സിൽ വല്ലാത്ത പരിവർത്തനങ്ങൾ വരികയാണ്, വല്ലാത്ത അനുഭൂതികൾ അവിടുന്ന് വരികയാണ്. ഉമ്മയോട് ചെന്ന് പറഞ്ഞു, പൊന്നുമ്മ, അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ ഞാൻ പുറപ്പെടുകയാണ്, അല്ലാഹുവിന്റെ ഔലിയായിനെ തേടി ഞാൻ പുറപ്പെടുകയാണ്, എനിക്ക് സമ്മതം തരണേ. ആ ഉമ്മ മറ്റൊന്നും ചിന്തിച്ചില്ല. ഓ എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഉമ്മമാരെ, അല്ലാഹുവിന്റെ മതം പഠിപ്പിക്കുന്നതിന് പകരം ചെറിയ പ്രായമെത്തുമ്പോഴേക്ക് അല്ലാഹുവിന്റെ മതം പഠിപ്പിക്കൽ നിർത്തിയിട്ട്, മദ്രസ നിർത്തിയിട്ട്, ദർസ് പഠനം നിർത്തിയിട്ട് മറ്റു ഭൗതികതയിലേക്ക് മക്കളെ പറഞ്ഞേക്കുന്ന ഉമ്മമാരെ, രക്ഷിതാക്കളെ, നാം ചിന്തിക്കണം. ഈ മക്കൾ നാളെ നമുക്കെതിരിൽ തിരിയുമെന്നതിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് വല്ലാത്തൊരു കലികാലമാണ്. ലഹരികൾ വളർന്നുകൊണ്ടിരിക്കുന്നു, അരുതായ്മകൾ, അധർമ്മങ്ങൾ, അനീതികൾ, അശ്ലീലങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പെൺമക്കളായാലും ആൺമക്കളായാലും അല്ലാഹു
അല്ലാഹുവിൻ്റെ ദീന് നമ്മൾ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ ആ മക്കൾ റബ്ബിനോട് പറയുമെന്നത് മറക്കണ്ട. എൻ്റെ ഉമ്മ എനിക്ക് ദീന് പഠിപ്പിച്ചിട്ടില്ല. ഞാൻ മദ്രസയിലേക്ക് പോയപ്പോ ഭൗതികതയുടെ പേരിൽ എൻ്റെ വാപ്പ എൻ്റെ മദ്രസ നിർത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നെ ദർസിലേക്ക് പറഞ്ഞയച്ചിട്ടില്ല എന്ന് ഉമ്മയുടെ മുഖത്ത് നോക്കി മക്കൾ ചൂണ്ടുവിരൽ കാണിച്ചു പറയുമ്പോ ഉമ്മ എൻ്റെ രക്ഷിതാക്കളെ എന്തു പറയാനുണ്ട്? ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. കൃത്യമായ ദീനീ ബോധമുള്ള മക്കളായി നമ്മളെ മക്കളെ വളർത്തണം. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ഉമ്മ ഫാത്തിമ എന്നവർ, ഈ മകൻ അതാ ആകെ 2 മക്കളിൽ മൂത്ത മകനാണ്. ഈ മകൻ പോയാൽ എൻ്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും? എൻ്റെ ജീവിതത്തിൻ്റെ സൗകര്യങ്ങൾ എനിക്ക് എങ്ങനെ കിട്ടും എന്നവിടുന്ന് ആലോചിച്ചില്ല. ആ ഉമ്മ ആലോചിക്കുന്നത്, ഈ മകൻ പഠിച്ച് അല്ലാഹുവിൻ്റെ ദീന് പഠിച്ചാൽ ആ മകൻ ചെയ്യുന്ന ഓരോ സൽക്കർമ്മത്തിൻ്റെയും കൂലി എനിക്ക് കിട്ടുമല്ലോ. അവൻ അല്ലാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസനായി കഴിഞ്ഞാൽ നാളെ ഞാനും കൂടി രക്ഷപ്പെടുമല്ലോ എന്നുള്ളതാണ് ആ ഉമ്മ ചിന്തിക്കുന്നത്. അല്ലാതെ ഭൗതികമായിട്ടുള്ള അമ്പരചുംബികളായ കൊട്ടാരങ്ങൾ പണിയുന്നത് അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങളെ സംബന്ധിച്ച് ആ ഉമ്മ ചിന്തിച്ചില്ല. ആ പൊന്നുമോന് സമ്മതം നൽകുന്നു. ആ പൊന്നുമോന് അതാ തൻ്റെ ഉപ്പാനന്തരമായി വെച്ചിട്ടുള്ള 80 ദീനാറുണ്ട്. 40 ദീനാർ ജീലാനി തങ്ങൾക്കാണ്, 40 ദീനാർ തൻ്റെ അനിയൻക്കാണ്. അതിൽ 40 ദീനാറും എടുത്തുകൊണ്ട് ആ പൊന്നുമോന്റെ കുപ്പായത്തിനുള്ളിൽ തുന്നിപ്പിടിപ്പിച്ചുകൊണ്ട് മകനെ യാത്രയാക്കുകയാ. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയില്ല. ആ മകൻ കൊട്ടാരം അല്ലെങ്കിൽ പിന്നെ ആ മകൻ അതാ ഒരുപാട് കോടികളോ സമ്പത്തോ സമ്പാദിച്ചു വരുമെന്ന നിലക്കല്ല പറഞ്ഞയക്കുന്നത്. അല്ലാഹുവിൻ്റെ ദീന് ദീന് പഠിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. വലിയൊരു ഉപദേശം നൽകുന്നു, മോനെ ഒരു കാരണവശാലും കളവ് പറയല്ല. സുബ്ഹാനല്ലാഹ്. ഒരു കാരണവശാലും മോന് കളവ് പറയരുത് ട്ടോ. എന്നാൽ ഇന്ന് സുബ്ഹാനല്ലാഹ് മക്കള് ഒരു ദിവസം മദ്രസയിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, പോയിട്ടില്ല എങ്കിൽ ഉമ്മ പറഞ്ഞു കൊടുക്കാണ്, മോനെ ഇന്നലെ പനിയായിരുന്നു എന്ന് പറഞ്ഞാലട്ടാ, അല്ലെങ്കിൽ ഇന്നലെ അങ്ങോട്ട് പോയത് ഇനിന്ന് പറഞ്ഞാലട്ടാ. കളവ് ഉമ്മ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നടക്കുന്നുണ്ടോ ഇല്ലയേ? നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുക. നമ്മുടെ വീടുകളിൽ ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഉമ്മയോട് വാപ്പ പറയുന്ന കളവ്, വാപ്പയോട് ഉമ്മ പറയുന്ന കളവ്, ജ്യേഷ്ഠനോട് അനിയൻ പറയുന്ന കളവ്, ഇതാണ് കുട്ടികൾ കണ്ടുപഠിക്കുന്നത്. പിന്നെ എങ്ങനെ കുട്ടികൾ കളവ് പറയാതിരിക്കും? നമ്മൾ ആദ്യമായി കുട്ടിയുടെ പാഠമാകേണ്ടത് വീടാണ്. വീടിൻ്റെ അകത്തളമാണ് കുട്ടിയുടെ ആദ്യത്തെ പാഠം. ഉമ്മയാണ് ആദ്യത്തെ അധ്യായം. അവരിൽ നിന്നാണ് ഏത് മക്കളും സംസ്കാരം പഠിക്കുന്നത്. ആ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ഉമ്മ ഒന്നും നോക്കിയില്ല, മോനെ കളവ് പറയരുത്. ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിലേക്കുള്ള, അന്ന് ബഗ്ദാദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഔലിയാക്കളെ നാടാണ്, ഒരുപാട് മഹത്തുക്കൾ നിറഞ്ഞു നിൽക്കുന്ന നാടാണ്. ആ നാട്ടിലേക്കാണ് അന്ന് ഒരു കാഫിലയുണ്ട് ബഗ്ദാദിലേക്ക്. ആ കാഫിലയിലൂടെ പോവുകയാണ്. അപ്പോഴാണ് വഴിയിൽ നിന്ന് ഒരു സംഘം പിടികൂടുന്നത്, കൊള്ളക്കാർ പിടികൂടുന്നത്. എല്ലാവരോടും ചികഞ്ഞന്വേഷിക്കുന്നുണ്ട്, എന്താണ് പക്കലുള്ളത്, എന്താണ് കയ്യിലുള്ളത്. എല്ലാവരും ഉള്ളത് പറയുന്നു, ഇല്ലെങ്കിൽ കളവ് പറയുന്നു. ഏതായാലും ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളോടും ചോദിച്ചു, മോന്റെ കയ്യിൽ എന്താണുള്ളത്? ആ കുട്ടി പറയുന്നു, എൻ്റെ കയ്യിൽ 40 ദീനാറുണ്ട്. ഇത് കേട്ടപ്പോ ആ സംഘത്തിലുള്ള ഒരാൾ മനസ്സിലാക്കി, കുട്ടിയല്ലേ, വെറുതെ എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. പിന്നെ നേതാവ് വന്നപ്പോൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കുട്ടി ഇന്നൊരു വിഷയം പറയുന്നുണ്ട്, ഉള്ളത് തന്നെയാണോ എന്നറിയില്ല. നേതാവ് വന്നുകൊണ്ട് ചോദിക്കുന്നു, മോനെ നിന്റെ കയ്യിൽ എന്തുണ്ട്? ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറയുന്നു, എൻ്റെ കയ്യിൽ 40 ദീനാറുണ്ട്. എവിടെയാണ്? എൻ്റെ കമീസിൻ്റെ ഉള്ളിൽ എൻ്റെ ഉമ്മ തുന്നിപ്പിടിപ്പിച്ച് തന്നിട്ടുണ്ട്. മോനെ നീ എന്താണ് ഇങ്ങനെ സത്യം പറയുന്നത്? എന്താണ് ഇതിങ്ങനെ പറയുന്നത്? അപ്പൊ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറയുന്നു, എൻ്റെ ഉമ്മ എന്നോടൊരു
വസിയത്ത്, എന്നോടൊരു ഉടമ്പടി നടത്തിയിട്ടുണ്ട്. മോനെ, ഏത് സാഹചര്യമായാലും കളവ് പറയരുതേ. ഖുലിൽ ഹഖ വലൗ കാന മുറാ. ഹബീബായ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമാണ്. ഏത് കൈപ്പുള്ള സാഹചര്യം എത്തിയാലും കളവ് പറയരുത്, സത്യം മാത്രമേ പറയാവൂ. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും കളവ് പറയരുത് എന്ന് എന്നോട് എൻ്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, കളവ് പറയരുതെന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. ആ കൊള്ളത്തലവൻ ചോദിക്കുന്നു, മോനെ എന്താ നീ ഇങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോ പൊന്നുമോന്റെ മറുപടി കേട്ടപ്പോ ആ കൊള്ളത്തലവന്റെ മനസ്സൊന്ന് പൊട്ടിപ്പോയി. യജമാനനായ എനിക്ക് ശ്വാസവും, എനിക്ക് വെള്ളവും, എനിക്ക് ജീവനും, എനിക്ക് ആയുസ്സും ആരോഗ്യവും, എന്നെ എല്ലാ അർത്ഥത്തിലും പരിപാലിക്കുന്ന രാജാതിരാജനായ റബ്ബ്, ആ റബ്ബിനോട് ചെയ്തൊരു ഉടമ്പടിയുണ്ട്. ഒരിക്കലും കളവ് പറയരുത്, ഒരിക്കലും വഞ്ചന നടത്തരുത്, ഒരിക്കലും തട്ടിപ്പറി നടത്തരുത്, ഒരിക്കലും തട്ടിപ്പുകൾ നടത്തരുത് എന്ന് റബ്ബ് പറഞ്ഞ കാര്യം ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് എത്ര കാലമായി ഞാൻ നടക്കുന്നു. ഈ ചെറിയ പൊന്നുമോൻ സുബ്ഹാനല്ലാഹ് 18 വയസ്സായപ്പോഴാണ് ബഹുമാനപ്പെട്ടവർ ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നത്. ആ പൊന്നുമോന്റെ കയ്യിൽ നിന്ന്, വായയിൽ നിന്ന് കേൾക്കുന്നത്, ആ പൊന്നുമോന് ഉമ്മ നൽകിയ ഒരു വാക്ക്, അത് ആ പൊന്നുമോന് അക്ഷരാർത്ഥത്തിൽ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ എന്നെ എല്ലാം തന്ന് പോറ്റി വളർത്തുന്ന അല്ലാഹ്, ആ റബ്ബിന്റെ വാക്കുകൾക്ക്, ആ റബ്ബിന്റെ കൽപ്പനക്ക് ഒരു വിലയും കൊടുക്കാതെ എൻ്റെ ജീവിതം ആയെങ്കിൽ ഞാനിതാ മാറുന്നു. ജീലാനി തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഔസുൽ അഅ്ലം ബഹുമാനപ്പെട്ടവരെ കൈപിടിച്ചുകൊണ്ട് ആ കൊള്ളത്തലവൻ തൗബ ചെയ്യുന്നു. കൂടെയുള്ളവർ തൗബ ചെയ്യുന്നു. പിടിച്ചതെല്ലാം തിരിച്ചു കൊടുക്കുന്നു. ജീലാനി തങ്ങളുടെ കൈപിടിച്ച് ആദ്യം തൗബ ചെയ്തവരാണ്. ഇതാണ് നമ്മൾ സത്യം മാത്രമായി പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ നമ്മളിൽ തന്നെ പരിവർത്തനങ്ങൾ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ബഗ്ദാദിലേക്ക് പോകുന്നു. ഉമ്മ നൽകിയ 40 ദീനാർ കഴിഞ്ഞു. അവിടെ വിറകുകൾ ശേഖരിച്ചും മറ്റുള്ളവർക്ക് വെള്ളങ്ങൾ എത്തിച്ചും കിട്ടുന്ന ചില്ലാനം കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, അതിനും വകുപ്പില്ലാതെയായപ്പോ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ വളരെ വിശന്നുകൊണ്ട്, ഞാൻ ചുരുക്കിക്കൊണ്ട് കാര്യങ്ങളൊക്കെ പറയട്ടെ, വിശന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പള്ളിയിൽ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അബൂബക്കർ തൈമി എന്നവർ പറയുകയാണ്, എന്നോട് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ള പൈസയൊക്കെ കഴിഞ്ഞു, ഞാൻ വളരെ വിശന്ന് അതാ മരണം മുന്നിൽ കണ്ടിരിക്കുമ്പോഴാണ് ഒരു യുവാവ് കയറി വരുന്നു. ആ യുവാവിൻ്റെ കയ്യിൽ എന്തോ പൊതിയുണ്ട്. ബഗ്ദാദിലെത്തി കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ആ ആളുടെ കയ്യിൽ എന്തോ ഒരു പൊതിയുണ്ട്. ആ മനുഷ്യനതാ എൻ്റെ കുറച്ചപ്പുറത്ത് വന്നിരുന്നു കൊണ്ട് ആ പൊതി കഴിക്കുന്നു. അയച്ചപ്പോൾ അതിൽ ഭക്ഷണമാണ്. ആ മനുഷ്യൻ അത് കഴിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാതെ വിശപ്പ് സഹിച്ച് വിശന്ന് മരണത്തോട് മല്ലിടിക്കുന്ന സമയമാണ്. ആ മനുഷ്യൻ ഭക്ഷണ സാധനമെടുത്ത് അയാളുടെ വായയിലേക്ക് വെക്കുമ്പോൾ ഞാൻ അറിയാതെ വായ തുറന്നു പോകുന്നു. ഭക്ഷണ വിശപ്പിന്റെ കാഠിന്യം കൊണ്ടാണ്. ആ മനുഷ്യനതാ ഇരുന്നു. സുബ്ഹാനല്ലാഹ്, എന്നെ വിളിക്കുന്നു, എന്നെയും അദ്ദേഹത്തിന്റെ കൂട്ടത്തിലേക്ക് വിളിക്കുന്നു, വരൂ കഴിക്കൂ എന്ന് പറയുന്നു. എന്നിട്ട് ചോദിക്കുന്നു, നിങ്ങൾ എവിടെ നിന്നാണ്, നിങ്ങൾ ആരാണ്, മിൻ ഐന അൻത വമാ ശുഗ്ലുക, നിങ്ങൾ എവിടെന്നാ വരുന്നത്, എന്താ നിങ്ങളെ പരിപാടി എന്ന് ചോദിച്ചപ്പോ ഫഖുൽതു അന മുതഫഖിഹും മിൻ ജീലാൻ, ഞാൻ ജീലാനിൽ നിന്നാണ്, ഞാൻ ഇൽമു പഠിക്കാൻ വേണ്ടി, അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കാൻ വേണ്ടി വന്നയാളാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന അയ്ളം മിൻ ജീലാൻ, ഞാനും ജീലാൻകാരനാണല്ലോ.
എന്നിട്ട് ചോദിക്കുകയാണ് ജീലാനി തങ്ങളോട്, ഫഹൽ തഅരിഫു ശാബൻ ജീലാനിയൻ യുസമ്മ അബ്ദുൽ ഖാദിർ, നിങ്ങൾക്കറിയുമോ ജീലാനിയിൽ നിന്ന് വന്ന അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഒരു യുവാവുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് വല്ല അറിവുമുണ്ടോ? അപ്പൊ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറയുന്നു, അന അബ്ദുൽ ഖാദിർ, ഞാൻ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ആൾ. അപ്പൊ ആ മനുഷ്യൻ വല്ലാത്തൊരു മാനസിക അവസ്ഥയാണ് അവിടെ സംഭവിക്കുന്നത്. ആ യുവാവ് പറയുന്നു, സുബ്ഹാനല്ലാഹ്, ഇതെന്റെ ഭക്ഷണമല്ല, ഇത് നിങ്ങളുടെ ഭക്ഷണമാണ്. ഞാൻ ബഗ്ദാദിലേക്ക് വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോ നിങ്ങളുടെ ഉമ്മ 8 ദീനാർ എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞ് അതാ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ്. ഞാനിതാ ബഗ്ദാദിൽ വന്നു, ഇവിടെ പലയിടത്തും നിങ്ങൾ അന്വേഷിച്ചു, എൻ്റെ കൈവശമുള്ള ഭക്ഷണങ്ങളും എല്ലാം തീർന്നുപോയി. അതാ എനിക്ക് ഇതുപോലെ വല്ലാത്തൊരു വിശപ്പിന്റെ സമയമെത്തിയപ്പോ, അതാ വല്ലാത്ത മരണത്തോട് മല്ലിടിക്കുന്ന സമയമാണെങ്കിൽ ശവം വരെ തിന്നാമെന്നാണല്ലോ. അങ്ങനെ ഒരു ഘട്ടം എത്തിയപ്പോ നിങ്ങളെ ഉമ്മ നിങ്ങളെ ഏൽപ്പിക്കാൻ തന്നതായ ആ 8 ദീനാർ കൊണ്ട് ഞാൻ ഭക്ഷണം വാങ്ങിയതാ, നിങ്ങളെ പൈസയാണ് എൻ്റെ കൈവശമുള്ളതെന്ന് പറഞ്ഞപ്പോ അങ്ങനെ സുബ്ഹാനല്ലാഹ്, ആ സമയത്തും ഈ യുവാവ് ജീലാനി തങ്ങളെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചപ്പോ ചോദിക്കുന്നത്, ഇത് ഹലാലായ ഭക്ഷണമാണോ ഹറാമാണോ? ആ സമയത്തും ജീലാനി തങ്ങൾ ചോദിക്കുന്നത് ഇത് ഹലാലാണോ ഹറാമാണോ? അതാണ് ഖദ് ഖുംത ബിസ്സിദ്ഖി വൽ ഇഖ്ലാസി വസുഹദി വൽ ഇജ്തിഹാദി വഫി അൽ വഅദി വൽ അഹദി. നിഷ്കളങ്കമായ ജീവിതം, സൂക്ഷ്മതയുള്ള ജീവിതം. നമുക്കൊക്കെ ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടണമെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് ഇബാദത്തിൽ ലദ്ദത്ത് കിട്ടുന്നില്ല, നിസ്കരിക്കുമ്പോൾ ഹുദൂറുൽ ഖൽബ് ഖുശൂ കിട്ടുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായി ഹലാലായിരിക്കില്ല. പലിശയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു വല്ല ബിസിനസ്സുകൾ അല്ലാഹു തആല അനുവദിച്ച മാർഗത്തിലൂടെയുള്ള ബിസിനസ്സുകൾ അല്ല എങ്കിൽ അതിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് നിങ്ങൾ ഭക്ഷിക്കുന്നതെങ്കിൽ ഇബാദത്തിൽ ലദ്ദത്ത് കുറയും, രസം കുറയും എന്നാണ്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളുടെ ജീവിതം വളരെ ചിട്ടയുള്ള ജീവിതം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ വളരെ അതബോടുകൂടെ ബഹുമാനപ്പെട്ടവർ തൻ്റെ പഠനം തുടങ്ങുകയാണ്. ഹമ്മാദ് ബിൻ മുസ്ലിമുദ് ദബ്ബാസ് എന്നവരുടെ അരികിൽ പല മശായിഖന്മാരടുക്കലും ബഹുമാനപ്പെട്ടവർ പഠിച്ചിട്ടുണ്ട്. പഠനകാലത്ത് ഒരുപാട് പ്രയാസങ്ങൾ അവിടുന്ന് സഹിച്ചിട്ടുണ്ട്. അല്ലാഹുവിൻ്റെ ഔലിയ ആയിരിക്കും കൂടുതൽ പരീക്ഷണങ്ങൾ അല്ല, അവരിലേറെ പരീക്ഷണങ്ങൾ സഹിച്ചവരാണ് നബിമാർ. അല്ലാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഏറ്റവും സഹിച്ചൊരു വിഭാഗം അല്ലാഹുവിൻ്റെ പ്രവാചകന്മാർ ത്യാഗം സഹിച്ചത്ര സഹിച്ചിട്ടുണ്ടാവില്ല ആരും. ഇന്നും നമുക്കറിയാം, ആലിമീങ്ങൾ, ദീന് പറയുന്ന ആലിമീങ്ങൾ പലതും സഹിക്കേണ്ടി വരും, പല പ്രയാസങ്ങളും സഹിക്കേണ്ടി വരും. വർത്തമാന കാലങ്ങളിലെല്ലാം നാം അറിയുന്നവരാണ്, കേൾക്കുന്നവരാണ്. ഉലമാക്കൾ പല പ്രയാസങ്ങളും സഹിച്ചിട്ടുണ്ടാകും. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ഇത്രയും വലിയ ഉന്നതിയിലേക്ക് എത്താൻ കാരണം പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായ അദബാണ്, ഉസ്താദുമാരോടുള്ള അദബാണ്. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ഹമ്മാദ് തങ്ങളൊരിക്കൽ പഠിക്കുമ്പോഴാണ് ആ ഉസ്താദ് പല രൂപത്തിൽ ശിഷ്യനെ പരീക്ഷിക്കുന്നത്. ഒരിക്കലൊരു വെള്ളിയാഴ്ച ദിവസമാണ്, അതാ ശിഷ്യരോടൊരുമിച്ച് പോകുമ്പോഴാണ് ജീലാനി തങ്ങൾ നല്ല വസ്ത്രം ധരിച്ച് അതാ ഉസ്താദിന്റെ കൂടെ പോവുകയാണ്. അപ്പോഴാണ് ഒരു തൊട്ടടുത്തുള്ള ഒരു ചെറിയ അരുവിയിലേക്ക് ജീലാനി തങ്ങൾ അങ്ങ് തള്ളിയിടുന്നത്. സുബ്ഹാനല്ലാഹ്, ജീലാനി തങ്ങളുടെ മുഖത്തിനൊരു ഭാവമാറ്റവും സംഭവിച്ചില്ല. അങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തു നോക്കി. അതാ തൻ്റെ പള്ളിയിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി വരുമ്പോ ജീലാനി തങ്ങളോട് പറഞ്ഞു, ഇവിടെ വലിയ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും അത് ഭക്ഷിച്ചു, നിങ്ങൾക്ക് ബാക്കിയില്ല. അങ്ങനെ പല രൂപത്തിലും അവിടെ മനസ്സിന് മാറ്റമുണ്ടോ, മുഖത്തിന് മാറ്റമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷേ ഒരു മാറ്റവുമില്ല.
ഹമ്മാദ് എന്നവർ പറയുകയാണ്, എത്രത്തോളം ബഹുമാനപ്പെട്ടവരെ കയ്യിൽ പഠിക്കുന്ന ശിഷ്യന്മാരടക്കം ജീലാനി തങ്ങളെ പല രൂപത്തിൽ പരിഹസിക്കാനും അതേ പരീക്ഷിക്കാനും നോക്കിയപ്പോ ബഹുമാനപ്പെട്ട ഹമ്മാദ് എന്നവർ പറയുന്നു, മക്കളെ, നിങ്ങൾ എന്തിനാണ് അബ്ദുൽ ഖാദിറിനെ ഇങ്ങനെ നീ ചെയ്യുന്നത്? ഞാൻ ഇതുപോലെ നിങ്ങളെയൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട്, അതിൽ നിങ്ങളെല്ലാം പരാജയപ്പെട്ടു പോയി. അബ്ദുൽ ഖാദിറോ ഫഅറാഹു ജബലൻ ലാ യതഹറക്. ജീലാനി തങ്ങൾ പർവ്വതം പോലെ ഒരു ചലനവുമില്ലാതെ ഒരു ചാഞ്ചാട്ടമില്ലാതെ ഉറച്ചു നിന്നവരാണ്. ഇൽമു പഠിക്കുന്ന സമയത്ത് പൂർണ്ണമായും അതപോടെ എത്ര വലിയ പരീക്ഷണങ്ങളും വിശപ്പും സഹിച്ചാലും അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന കാര്യത്തിൽ ഒരടി പിന്നോട്ട് ബഹുമാനപ്പെട്ടവർ നിന്നില്ല. ഒരിക്കൽ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അബീ യസ്റൂൻ എന്നവരും, ഒരാൾ ഉന്നതിയിലെത്താൻ പല കാരണങ്ങളാണ്, ഒരാൾ ഉയർച്ചയിലെത്തണമെങ്കിൽ പല കാരണങ്ങളുണ്ട്. ഒന്നാമതായി ഇൽമു പഠിക്കണം, ഇൽമു പഠിപ്പിക്കുന്ന ഉസ്താദുമാരെ ആദരിക്കണം, ബഹുമാനിക്കണം. അത് ആരായാലും ആലിമീങ്ങളെ, സാദാത്തിനെ നമ്മൾ ആദരിക്കണം, ബഹുമാനിക്കണം. ആരെന്ത് ചർച്ചകൾ ഇവിടെ നടന്നാലും അതിലൊന്നും കക്ഷി ചേരാൻ നമ്മൾ പോകണ്ട. ആലിമീങ്ങളെയോ സയ്യിദന്മാരോ പരസ്പരം അങ്ങുമിങ്ങ് പറഞ്ഞാലും നമ്മളാരും അതിൽ കക്ഷി ചേർന്ന് നമ്മുടെ ഈമാനിനെ നഷ്ടപ്പെടുത്താൻ നമ്മൾ നോക്കണ്ട. ബഹുമാനപ്പെട്ടവർ അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൈൻ എന്നവർ പറയാൻ, ഞാൻ ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വന്നു. സുബ്ഹാനല്ലാഹ്, അവിടെ അബ്ദുൽ ഖാദിർ ഉണ്ട്, അതുപോലെ ഇബ്നു സഖാ എന്നവരുണ്ട്. ഞങ്ങളുടെ പഠനകാലത്തുള്ള ഒരു പതിവാണ് ഔലിയായിനെ, നല്ല സ്വാലിഹീങ്ങളെ കണ്ടാൽ അവരരികിൽ പോവുക, മശായിഖിനെ കണ്ടാൽ അവരരികിൽ പോവുക. അങ്ങനെ ഞങ്ങൾ അന്നുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട യൂസുഫുൽ ഹമദാനി എന്ന് പറയുന്ന ഗൗസ് എന്ന് വിളിക്കുന്ന മഹാനരികിലേക്ക് ഞങ്ങൾ മൂന്നാളുകളും പോവുകയാണ്. ഞങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൈൻ എന്നവരുണ്ട്, അബ്ദുൽ ഖാദിർ ജീലാനി എന്നവരുണ്ട്, ഇബ്നു സഖാ എന്നവരുമുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ വഴിയിൽ നിന്ന് തന്നെ ഇബ്നു സഖാ പറയുന്നു, നമ്മൾ തേടി പോകുന്ന ആ മശീഖിന്റെ അടുത്തെത്തിയാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കും, ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആ ശൈഖിന് കഴിയൂല. അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൈൻ എന്നവർ പറഞ്ഞു, ഞാനൊരു ചോദ്യം ചോദിക്കും, എന്താണ് അതിന് മറുപടി പറയുക എന്നൊന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറഞ്ഞു, മഅദല്ലാഹ് അൻ അസ്അല ശൈഅൻ ബൽ അതബറകു ബിറുയതിഹി. ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറഞ്ഞതെന്താണ്? ഞാൻ അവരോട് ചോദ്യം ചോദിക്കാനോ എൻ്റെ ചോദ്യത്തിന് എന്തു മറുപടി പറയുമെന്ന് നോക്കാനോ അല്ല ഞാൻ പോകുന്നത്. ഞാൻ ആ ശൈഖിന്റെ മുഖത്ത് നോക്കി ബർക്കത്തെടുക്കോ, അവരെ കൈപിടിച്ച് ബർക്കത്തെടുക്കോ, അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യോ, ആ ബർക്കത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ പോകുന്നത്. ഇതാണ് സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്. ആ ശൈഖിന്റെ കുറച്ച് കഴിഞ്ഞ് ശൈഖിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ തന്നെ ഇബ്നു സഖയെ കണ്ടപാടെ ആ ശൈഖ് അതാ മുഖം ചുളിക്കുന്നു. ദേഷ്യമുള്ള മുഖത്തോടെ ഇബ്നു സഖയോട് പറയുന്നു, എടോ, നിന്റെ ചോദ്യം ഇന്നതല്ലേ, അതിന്റെ മറുപടി പിടിച്ചോ. ഞാൻ നിന്റെ മുഖത്ത് കുഫറിന്റെ തീനാളം കാണുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു. ശേഷം അതാ അബ്ദുല്ലാഹി ഇബ്നു അബീ സുറൂൻ ഉണ്ട്, അവരെ വിളിച്ചു പറയുന്നു, മോനെ, നിന്നെയും ആവശ്യം ഞാൻ എന്ത് മറുപടി പറയുമെന്ന് നോക്കുകയല്ലേ, നിന്റെ ചോദ്യം ഇതാ, മറുപടി പിടിച്ചോ. നീ ദുനിയാവിന്റെ പുറകെ നടക്കുന്നവനാ. മൂന്നാമതായി ബഹുമാനപ്പെട്ട ജീലാനി തങ്ങളെ വിളിച്ച് വളരെ ആദരവോടെ അടുത്തേക്ക് വിളിക്കുന്നു, യാ അബ്ദുൽ ഖാദിർ, ഓ പൊന്നുമോനെ, നീ പൂർണ്ണമായ അദബ് കൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തി, നിന്റെ അദബ് കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ നീ തൃപ്തിപ്പെടുത്തി, അതുകൊണ്ട് നീ ഉന്നതിയിലെത്തുന്നതാ. നീ വലിയ സ്ഥാനത്തിരുന്ന് ലോക മനുഷ്യരെ, ഒരുപാട് ആളുകളെ നിർവഹിയിൽ നടത്തുന്നവരാ, ആ ഉന്നതിയിൽ നീ എത്തുന്നതാ.
ആ വലിയ ശൈഖിന്റെ അനുഗ്രഹം, ആ വലിയ ശൈഖിന്റെ പൊരുത്തം, ആ വലിയ ശൈഖിന്റെ ദുആ ലഭിക്കുകയാണ്. എന്തുണ്ടായി? കാലചക്രങ്ങൾ കറങ്ങി. സുബ്ഹാനല്ലാഹ്. ഇബ്നു സഖ വലിയ പണ്ഡിതനാണ്. മാത്രമല്ല ഒരുപാട് മറ്റു മതസ്ഥരോട് തർക്കിച്ച് ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവന്ന മനുഷ്യനാണ് ഇബ്നു സഖ. ഖുർആൻ ഹിഫ്ളാക്കിയ ആളാണ് ഇബ്നു സഖ. എത്ര വലിയ ആലിമായിട്ടെന്താ? നമ്മൾ ആലിമീങ്ങളെ പരിശോധിക്കാൻ പോകരുത്, നമ്മൾ സയ്യിദന്മാരെ അളക്കാൻ പോകരുത്. പ്രിയമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, ആലിമീങ്ങളെ സംബന്ധിച്ച് നമുക്കറിയാത്തതൊന്നും പറയരുത്. എന്തെങ്കിലും കാണുമ്പോൾ എൻ്റെ കമന്റ് പ്രസിദ്ധിയാർജിക്കണം എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ എഴുതി വിടുന്നവർ ശ്രദ്ധിക്കണം. ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകും. കാരണം ആലിമിന്റെ മാംസം അത് വിഷമാണ്. ഇബ്നു സഖക്ക് സംഭവിച്ചതെന്താ? ആ ശൈഖിനോട് അനാദരവായി പ്രവർത്തിച്ചു. എന്തുണ്ടായി? ഇങ്ങനെയൊക്കെ പ്രൗഢിയുള്ള ഇബ്നു സഖ, ഒരുപാട് ആളുകളെ നേർവഴിയിലേക്ക് നടത്തിയ ഇബ്നു സഖ, ഖുർആൻ മുഴുവൻ ഹിഫ്ളാക്കിയ ഇബ്നു സഖ, യഹൂദികളോട് നസാറാക്കളോട് സംവദിച്ച് അവരെ മുട്ടുമടക്കിപ്പിച്ച ഇബ്നു സഖ. സുബ്ഹാനല്ലാഹ്. അതാ ഒരിക്കൽ ഒരു ക്രിസ്ത്യാനിയായ പെണ്ണിനോട് താല്പര്യം വരുന്നു. രാജാവിൻ്റെ മകളാണ്, ക്രിസ്ത്യാനിയാണ്. മകളോട് താല്പര്യം വന്നു, കൂടുതലായി താല്പര്യം വർദ്ധിച്ചു വന്നു. രാജാവ് പറഞ്ഞു, എൻ്റെ മകളെ വിവാഹം ചെയ്യണമെങ്കിൽ മതം മാറണം, ഇസ്ലാം വിട്ട് വരണമെന്ന് പറഞ്ഞു. ഇബ്നു സഖ അതിന് തയ്യാറായി. കാരണം കുരുത്തക്കേടുണ്ട്. ഇബ്നു സഖ തയ്യാറായി, ഇസ്ലാമിൽ നിന്ന് മാറിപ്പോയി, ക്രിസ്ത്യാനിയായി, മറ്റു മതം സ്വീകരിച്ചു. സുബ്ഹാനല്ലാഹ്. എല്ലാവരും ഉപേക്ഷിച്ച് വഴിയാധാരമായി അതാ മാലിന്യങ്ങൾ ഒലിച്ചു പോകുന്ന അതാ കുപ്പത്തൊട്ടിയിൽ ഇബ്നു സഖ എന്ന മനുഷ്യന് കിടക്കേണ്ടി വരികയാണ്. ആ നാട്ടിലുള്ള ഒരാൾ നടന്നു പോകുമ്പോ ഇബ്നു സഖയെ കണ്ടപ്പോ ചോദിച്ചു, നിങ്ങൾ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളല്ലേ, എന്തു പറഞ്ഞിട്ടെന്താ? അതെ, അദബില്ല എങ്കിൽ ഉസ്താദുമാരോടും ആലിമീങ്ങളോടും മൂത്തവരോടും മാതാപിതാക്കളോടും ആദരവ് നമ്മിലില്ല എങ്കിൽ ജീവിതം പരാജയപ്പെട്ടു പോകും. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ ചോദ്യം കേട്ടപ്പോ ഇബ്നു സഖ പറയുകയാണ്, അതെ, ഞാൻ ഖുർആൻ മനഃപ്പാടമാക്കിയ ആളാണ്, പക്ഷേ എനിക്ക് ഒരു ആയത്തല്ലാതെ മറ്റൊന്നും ഓർമ്മയില്ല. റബ്ബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. ഓരോ അതേ മറ്റു വിശ്വാസികളും ആഗ്രഹിച്ചു പോകും, ഞാൻ മുസ്ലിമായെങ്കിൽ അതേ നാളെ നമുക്കൊരു ലോകം വരാനുണ്ട്, ഇവിടെയുള്ളതൊന്നും അതേ അവിടെ പ്രതിഫലിക്കൂല. ഇവിടെയുള്ള സ്ഥാനമാനങ്ങളോ ഇവിടെയുള്ള സമ്പത്തോ ഇവിടെയുള്ള ഭൗതികമായിട്ടുള്ളതൊന്നും വില പോകാത്തൊരു കാലം ആഖിറത്തിന് വേണ്ടി ചെയ്ത നന്മകളല്ലാതെ അവിടെ വില പോകൂല. ആ സാഹചര്യത്തിൽ ഓരോരുത്തരും ചിന്തിച്ചു പോകും, ഞാനൊരു വിശ്വാസിയായെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും എന്ന ആശയമുള്ള ആ ഒരു ആയത്തല്ലാതെ എനിക്കോർമ്മയില്ല. ഇബ്നു സഖയെ ഖിബിലയിലേക്ക് ഈ മനുഷ്യൻ തിരിച്ചു കിടത്തുമ്പോ മരണത്തോട് മല്ലിടിക്കുന്ന സമയമാണ്. ആരാരും സഹായത്തിനില്ല, ആരാരും തിരിഞ്ഞു നോക്കുന്നില്ല. മരിക്കുമ്പോൾ ഖിബിലയിലേക്ക് തിരിഞ്ഞൊന്ന് മരിച്ചോട്ടെ എന്ന് കരുതി ഖിബിലയിലേക്ക് തിരിഞ്ഞ് അങ്ങനെ കിടക്കാൻ കഴിയുന്നില്ല. ഖിബിലയിലേക്ക് തിരിഞ്ഞു കിടക്കാൻ ഇബ്നു സഖക്ക് കഴിയുന്നില്ല. സുബ്ഹാനല്ലാഹ്. കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് ആ മനുഷ്യൻ വിട പറയുന്നു, മരിച്ചു പോകുന്നു. ജീലാനി
ജീലാനി തങ്ങൾ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? സുബ്ഹാനല്ലാഹ്, ഹിജ്റ 561 വഫാത്തായ ജീലാനി തങ്ങൾ ഇന്നും നമ്മൾ അനുഭവിക്കുന്നു, ഇന്നും നമ്മൾ സ്മരിക്കുന്നു. ഈ കൊടിഞ്ഞിയിലും അവരെ അനുസ്മരിക്കുകയാണ്, ലോകത്ത് മുഴുവൻ അവരെ സ്മരിക്കുകയാണ്. എത്രയോ ഗ്രന്ഥങ്ങൾ ജീലാനി തങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്, എത്രയോ ഇടയങ്ങളിൽ ജീലാനി തങ്ങളെ സഹായം തേടുകയാണ്. ഇതാണ് ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾക്ക് ചെറുപ്പത്തിലെ മശായിഖന്മാരെ പൊരുത്തം കിട്ടിയതാ. ജീലാനി തങ്ങൾ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്താ? ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ഏത് ഔലിയായിന്റെയും ചരിത്രം എടുത്തു നോക്കിയാൽ അവർ ഉന്നതിയിലെത്താനുള്ള കാരണം ഹബീബായ മുത്തുനബി തങ്ങളാ. ജീലാനി തങ്ങളെ നമ്മൾ ഇത്രയും പ്രശംസിക്കുന്നുണ്ടെങ്കിൽ, ജീലാനി തങ്ങളെ നമ്മൾ ഇത്രയും മദ്ഹ് പറയുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഒക്കെ എല്ലാം എത്തിച്ചേരുന്നത് ഷഫീഉൽ വറാ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് കിട്ടിയതല്ലാതെ ഒരു വലിയനുമില്ല, ഒരു മഹാൻകുമില്ല. ആര് മഹാനായോ ആര് വലിയായോ മുത്തുനബിയുടെ പൊരുത്തമില്ലാതെ അത് സാധിക്കുകയില്ല. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സീബാവ കാൽവാശിയൻ നോവ. ജീലാനി തങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ഹബീബായ മുത്തുനബി തങ്ങളെ പൂർണ്ണമായും അംഗീകരിച്ചു, മുത്തുനബിയെ പൂർണ്ണമായും സ്നേഹിച്ചു, മുത്തുനബിയെ പൂർണ്ണമായും ഞാൻ ത്വഅത്തിലായി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉന്നതയിലേക്ക് എത്തുന്നത്. വകുല്ലു വലി ലഹു ഖദമും വഇന്നി അലാ ഖദമിൻ നബി ബദിരിൽ കമാലി. ഹബീബായ തങ്ങളെ പൂർണ്ണമായും സ്വീകരിച്ചവരാ. നീണ്ട 33 വർഷം ബഹുമാനപ്പെട്ട ജീലാനി തങ്ങള് അതാ ഇൽമു പഠിക്കുന്നു. 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ബഗ്ദാദിലേക്ക് പോയി. അവിടെ ഒരുപാട് മശായിഖന്മാരെ കണ്ടു, ഒരുപാട് മശായിഖിൽ നിന്ന് ഇൽമു പഠിച്ചു, ഒരുപാട് ഔലിയാക്കളിൽ നിന്ന് ത്വരീഖത്ത് സ്വീകരിച്ചു. 33 വർഷം ഇൽമു പഠിച്ചു. ഇന്നത്തെ പോലെ 8 വർഷമല്ല, 7 വർഷമല്ല. ആ 33 വർഷത്തിനിടയിൽ അതാ പച്ച ഇലകളും പുഴയിൽ നിന്ന് വെള്ളം കുടിച്ചും ജീലാനി തങ്ങൾ തൻ്റെ ശരീരത്തെ, തൻ്റെ മനസ്സിനെ പാകപ്പെടുത്തിയെടുത്തു. അല്ലാഹ് എന്ന ഫിക്റല്ലാതെ, അല്ലാഹ് എന്ന ദിക്റല്ലാതെ മറ്റു ഭൗതികമായ ഒന്നിലേക്കും ചിന്തിച്ചില്ല. ആ രൂപത്തിൽ ജീലാനി തങ്ങൾ വളർന്നത്. ആ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ തൻ്റെ 33 വർഷത്തെ പഠനത്തിന് ശേഷം ദീനീ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, പള്ളിയിൽ അതാ ളുഹറിന്റെ സമയമായിരിക്കുമ്പോഴാണ് ഹബീബായ മുത്തുനബി തങ്ങൾ വരുന്നു. സഹോദരിമാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, ഈ സദസ്സിൻ്റെയും അടിസ്ഥാന കാരണം ഹബീബായ തങ്ങളെ പൊരുത്തമാ. ഇവിടെ ചെല്ലാൻ പോകുന്നത് ഖസീദത്തുൽ ബുർദയാ. നമ്മുടെയും ആഖിറം വിജയിക്കണോ? ഹബീബായ തങ്ങളെ പിടിക്കലല്ലാതെ, അല്ലാഹുവിൻ്റെ ഔലിയായിനെ പിടിക്കലല്ലാതെ നമുക്ക് രക്ഷയില്ല. അവിടെ അതാ പള്ളിയിലിരിക്കുമ്പോ ഹബീബായ തങ്ങൾ വരുന്നു. ഹബീബായ തങ്ങൾ വഫാത്തായി കാലങ്ങൾക്ക് ശേഷമാ സംഭവിക്കുന്നത്. നമ്മളൊക്കെ ദുആ ചെയ്യാറില്ലേ, അല്ലാഹ് മുത്തുനബിയെ മനാമിലും യഖ്ളത്തിലും ഒന്ന് കാണിക്കണേ അല്ലാഹ്. ജീലാനി തങ്ങളതാ നേരെ ഹബീബായ തങ്ങളെ കാണുന്നു, ചോദിക്കുന്നു, അതേ ലിമലാ തകല്ലം,
പൊന്നുമോനെ എന്താ വഅ്ള് പറയാത്തത്, എന്താ സംസാരിക്കാത്തതെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ പറഞ്ഞു, യാ അബാ, ഹബീബായ മുത്തുനബി തങ്ങളെ പേരക്കുട്ടിയല്ലേ, ഓ എൻ്റെ പൊന്നുപ്പാ, അന റജുലുൻ അഅജമിയോ കൈഫ അതകല്ലമു അലാ ഫുസഹാഇ ബഗ്ദാദിലുള്ള ഈ സാഹിത്യം അറിയുന്ന ഈ ആളുകൾക്ക് മുമ്പിൽ ഞാൻ എങ്ങനെ പറയും നബിയേ, എൻ്റെ പൊന്നുപ്പ ഞാൻ എങ്ങനെ പറയുമെന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഇഫ്തഹ്ഫാ, പൊന്നുമോനെ വായ അങ്ങ് തുറക്കൂ. ജീലാനി തങ്ങൾ അവിടുത്തെ വായ അങ്ങ് തുറന്നു കൊടുത്തപ്പോ ഹബീബായ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഉമനീർ ജീലാനി തങ്ങൾക്ക് പകർന്നു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവിടെ നിന്ന് വയല് പറഞ്ഞു തുടങ്ങിയതാ, ഭേദം വീളങ്കി പറവാൻ മടിച്ചാരേ, വേദാംബർ അവർ വായിൽ തുഫീക്കൊടുത്തോവർ. ഇതാണ് ജീലാനി തങ്ങളുടെ വളർച്ച. 70,000-ത്തിലധികം ആളുകൾ അവിടുത്തെ സദസ്സിലുണ്ട്. സുബ്ഹാനല്ലാഹ്, ഞാൻ നിർത്തുകയാണ്. 70,000-ത്തിലധികം ആളുകളാ വഅ്ള് കേൾക്കാൻ. ഒരാഴ്ചയിൽ 3 വഅ്ളുകളാണ് ജീലാനി തങ്ങള്. 5,000-ത്തിലധികം ആളുകളാണ് ഇസ്ലാം സ്വീകരിച്ചത്. യഹൂദികളായതിൽ മറ്റു നിന്ന് മാറി വന്നവര്. 1,00,000-ത്തിലേറെ ആളുകളാണ് അവിടുത്തെ കൈപിടിച്ച് തൗബ ചെയ്തത്. സുബ്ഹാനല്ലാഹ്, എത്ര ആളുകളാണ് അവിടുത്തെ വഅ്ള് കേട്ട് ബോധരഹിതരായി വീണത്. കാരണം കൽബറിഞ്ഞ വഅ്ളാണ്, മനസ്സ് തട്ടിയ വഅ്ളാണ്. അവരുടെ വിജയത്തിന്റെ അടിസ്ഥാന കാരണം ഹബീബായ ഷഫീഉൽ വറാ. ഇവിടെ ഇതാ ഖസീദത്തുൽ ബുർദ, അഹ്ലു ബൈത്തിൽപ്പെട്ട കുട്ടി ഇവിടെ ചെല്ലുക, സയ്യിദ് അവർകൾ ഇവിടെ ചെല്ലുകയാണ്. ആ ഖസീദത്തുൽ ബുർദയുടെ സദസ്സാണ്, ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. അല്ലാഹു തആല ആ രൂപത്തിൽ ഈ സദസ്സ് ഖബൂൽ ചെയ്യട്ടെ. ഖസീദത്തുൽ ബുർദ നമുക്ക് വല്ലാത്ത പരിഹാരമാണ്. മുൻഗാമികളൊക്കെ വിജയിച്ചത് ഹബീബായ തങ്ങളെ കൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ അബി അബ്ദില്ല മുഹമ്മദുൽ ബുസൂരി തങ്ങൾ കൊട്ടാര കവിയായിരുന്നു. അവിടുന്ന് അതാ വരുമ്പോ ഒരാളൊരു ശൈഖ് ചോദിക്കുന്നു, നിങ്ങൾ നബിയെ കണ്ടോ? വല്ലാത്ത ചോദ്യമാണത്. നിങ്ങൾ നബിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോ മനസ്സിൽ വല്ലാത്ത എന്തൊക്കെയോ ആകുലതകൾ നിറയുകയാണ്. ബഹുമാനപ്പെട്ടവർ വീട്ടിലേക്ക് വന്നു. അതാ അന്ന് ഉറങ്ങിയപ്പോ ഹബീബായ ഷഫീഉൽ വറാ മുത്തുനബി വരുന്നു. ഉമ്മമാരെ, സ്വലാത്ത് ചൊല്ലി നമ്മുടെ നാവ് പച്ചപിടിച്ച് കൽബും ഹൃദയവും എല്ലാ കറകളും നീങ്ങി പച്ചപിടിച്ചാൽ വരുന്നവരാണ് ഹബീബായ തങ്ങൾ. എൻ്റെ ജീവിതം 40ഉം 50ഉം 60ഉം വയസ്സായെങ്കിൽ അത്രയും കാലം എത്ര ദിവസം നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു രാത്രി നമ്മെ പടക്കാൻ കാരണക്കാരായ ഷഫീഉൽ വറാ മുത്തുനബിയെ നമ്മൾ കണ്ടുവോ? നമ്മുടെ ഹൃദയത്തിൽ മറ്റൊരാളും കേറിക്കൂടാ. എൻ്റെ യുവതികളെ, ചെറുപ്പക്കാരെ, ഹൃദയത്തിൽ ഹബീബായ തങ്ങളല്ലാത്ത മറ്റൊരാൾക്കും ഇടം കൊടുക്കല്ലേ. ആ ഹബീബായ തങ്ങളെയൊന്ന് അനുഭവിച്ച ബഹുമാനപ്പെട്ട ബൂസൂരി ഇമാമിന് അതാ തളർവാദം പിടിച്ചപ്പോ ബഹുമാനപ്പെട്ടവർ കരുതിയതല്ലേ മുത്തുനബി തങ്ങളെ മദ്ഹെയ്തിയില്ലേ, ഹബീബായ തങ്ങളെ കണ്ടില്ലേ, അവിടുന്ന് ശറഫാക്കപ്പെട്ട കൈ കൊണ്ട് തടവി കൊടുത്തില്ലേ. സുബ്ഹാനല്ലാഹ്, അവിടുത്തെ തളർവാദത്തിന് പരിഹാരമായില്ലേ. ഖസീദത്തുൽ ബുർദ രചിച്ച് തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ അബുറജാ സിദ്ദീഖ് എന്നവർ ചോദിച്ചില്ലേ, നിങ്ങൾ എഴുതിയ കവിത എവിടെ?
ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ബുസൂരി തങ്ങൾ ചോദിക്കുന്നു, ഏത് കവിതയെ സംബന്ധിച്ചാ നിങ്ങൾ ചോദിക്കുന്നത്? അപ്പൊ പറയുന്നു, മത്ലഉഹു ആമിൻ തദക്കുരി ജി എന്ന് തുടങ്ങുന്ന ഖസീദ എവിടെ? ഞാനിതാരെയും കേൾപ്പിച്ചിട്ടില്ല, ആർക്കു മുമ്പിലും സമർപ്പിച്ചിട്ടില്ല. പിന്നെ നിങ്ങൾ എവിടെന്നാണ് ഇത് അറിഞ്ഞതെന്ന് ചോദിച്ചപ്പോ അബുറജാ സിദ്ദീഖ് എന്നവർ പറയുന്നു, ഇന്നലെ ഞാൻ ഹബീബായ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. സഹാബത്ത് അവിടെ ഇരിക്കുന്നുണ്ട്, നിങ്ങളുടെ ഖസീദത്തുൽ ബുർദ അവിടെ ആലപിക്കുന്നു. മുത്തുനബി അതാ നല്ല ഫലങ്ങളുള്ള വൃക്ഷം അതിന്റെ ചില്ലകൾ ഇങ്ങനെ ആടുന്നത് പോലെ, കാറ്റത്താടുന്നത് പോലെ നിങ്ങളെ ബുർദ കേട്ടുകൊണ്ട് ഹബീബായ തങ്ങൾ ആസ്വദിക്കുന്നു. ആ ഖസീദയാണ് ഇവിടെ ചൊല്ലുന്നത്. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന സദസ്സാണ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ വലഹു ബിനൈലി ശഫാഅത്തിൻ ത്വാഹ കഫൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ തങ്ങളെ മദ്ഹ്, അവിടത്തോടുള്ള മഹബ്ബത്ത്, അതാണ് എല്ലാത്തിനും പരിഹാരം. സ്വഹാബത്ത് അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചത്. ഏത് പ്രയാസമുണ്ടായാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും അവർ ഹബീബായ തങ്ങളിലേക്കാണ് അവർ പോകുന്നത്. വലൈസ ലനാ ഇല്ലാ ഇലൈക ഫിറാറുനാ വഅൈന ഫിറാറുൽ ഖൽഖി ഇല്ലാ ഇലർ റുസുലി. അവര് പരിഹാരം നബിമാരാണ്, അവരെ പരിഹാരം ഔലിയാക്കളാണ്. ഇതായിരിക്കണം നമ്മുടെ ജീവിതം. ഔലിയാഇനെ മുറുകെ പിടിച്ചുള്ള ജീവിതമായിരിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല ഈ സദസ് ഹബീബായ തങ്ങളെ ഒന്ന് അനുഭവിക്കാൻ, ഹബീബായ തങ്ങളിലേക്കുള്ള മഹബ്ബത്തിന് ഇതൊരു കാരണമാക്കട്ടെ. ഈ സദസ് കഴിഞ്ഞു പോകുമ്പോ വെറും ഒരു പാട്ടും ബുർദയും കേട്ട് മടങ്ങുന്നവരായിക്കൂടാ. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരിവർത്തനം വേണം. ഉമ്മമാരെ, സ്വലാത്ത് നമ്മൾ പതിവാക്കണം. അതിനു വേണ്ടിയാണ് ഈ സദസ് സംഘടിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നുൽ മുത്തറഫ് എന്നവരെ ചരിത്രം ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി പറയുന്നതായി കാണാം. ബഹുമാനപ്പെട്ടവർ എല്ലാ ദിവസവും ഒരു നിശ്ചിത സ്വലാത്ത് ചൊല്ലുന്നവരാ. സ്വലാത്ത് ചൊല്ലി 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 അവർ ഹൃദയം മുഴുവൻ മദീനയാ. അവരതാ ഒരു ദിവസം കിടന്നുറങ്ങുമ്പോ തൻ്റെ റൂമിൽ വല്ലാത്ത പരിമളമാ, വല്ലാത്ത വെളിച്ചമാ. അവിടെ ഉണർന്നു നോക്കുമ്പോ തൻ്റെ കട്ടിലിൽ ഹബീബായ മുത്തുനബി തങ്ങൾ ഇരിക്കുന്നു. ഹബീബായ തങ്ങൾ ഇരിക്കുന്നു. എന്നിട്ട് പറയുന്നു, മോനെ, എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന ആ ചുണ്ടൊന്ന് ആ കവിളൊന്ന് ഇങ്ങ് തന്നേ, ഞാനൊന്ന് ചുംബിക്കട്ടെ. ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യം ഈ ലോകത്ത് നമുക്ക് കിട്ടാനുണ്ടോ? ബഹുമാനപ്പെട്ടവരുടെ കവിൽ തടത്തിൽ അഷ്റഫുൽ ഖൽഖായ നബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിക്കുന്നു. എത്രയോ ദിവസങ്ങൾ ആ റൂമിലും തൻ്റെ കവിൽ തടത്തിലും വല്ലാത്ത പരിമളമാ. ഇതാണ് നമ്മൾ സ്വലാത്ത് പതിവാക്കിയാൽ. ഞാൻ നിർത്തുകയാണ്.